ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിധീസ് വ്ലോഗ്സ്. എല്ലാവർക്കും നിധീസ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം കേട്ടോ. നമ്മളിന്ന് വന്നേക്കുന്നതേ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഞാനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോന്റെ കണ്ടന്റ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മേക്കപ്പ് ഫോർ ബിഗിനേഴ്സ് ആണ് കേട്ടോ. ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ മേക്കപ്പ് പൗച്ചിൽ ഒരു ബിഗിനർക്ക് വേണ്ട മേക്കപ്പ് പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇത് ഇങ്ങനെ കൊളത്തി വെക്കാം. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂ മൂ ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചേക്കണേ. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ എന്തായാലും ഞാൻ ഇത് ഇവിടെ വെക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വോയിസും കിട്ടുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനെ മൈക്ക് ഇല്ലാണ്ട് സംസാരിക്കുമ്പോൾ ഒട്ടും നിങ്ങളിലോട്ട് എത്താൻ പറ്റുന്നില്ല. വളരെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെട്ടി കേട്ടോ. ഇതാണ് മക്കളെ നമ്മുടെ പെട്ടി. ഏതൊരു വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ഏതൊരു ചെയ്യുന്ന ആ ചേച്ചീന്റെ വീഡിയോ അവരെപ്പോഴും പറയില്ലേ, ഇതാ മക്കളെ, അത് പറയുന്ന പോലെ ഇതാ മക്കളെ നിങ്ങളുടെ പെട്ടി. ഇതിലുള്ള പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണോ ചേച്ചി ബിഗിനേഴ്സിന് കൊടുക്കുന്ന ഇത്രയും പ്രൊഡക്റ്റുകൾ ആരും എന്താളിക്കണ്ട. നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് കുറച്ച് സ്കിൻ കെയറും കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്തായാലും ഒരു ബിഗിനർ അല്ലേ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് സ്കിൻ കെയറിലൂടെ നിങ്ങളുടെ സ്കിന്ന് ഇംപ്രൂവ് ചെയ്യാനും മേക്കപ്പ് അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന വളരെ കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ കേട്ടോ. ഈസിയാണ്. പിന്നെ ഞാൻ ഇതിലൊരു ക്ലിപ്പൊക്കെ ഇരിക്കുന്നുണ്ട് ആക്ച്വലി. അതാണ് ഇത്രയും ബൾജായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ക്ലിപ്പ് പോട്ടെ, നമുക്ക് വേണ്ട. ഇത്രയും പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, പിന്നെ എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൈക്കിന് ഡിസ്റ്റർബ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരുമാതിരി ഇങ്ങനെ കര സൗണ്ട് പോലെ തോന്നും. ഇപ്പോഴും ആക്ച്വലി 2-3 ലൈൻസിലൊക്കെ അങ്ങനെ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു പൗച്ചാണ്. അപ്പൊ നിങ്ങൾ ഇത് എവിടെ നിന്നെങ്കിലും, നിങ്ങൾ മാർക്കറ്റിൽ നിന്നോ ഏതെങ്കിലും സൈറ്റിൽ നിന്നോ ഓൺലൈൻ ആപ്പിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു പൗച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക കേട്ടോ. അത് നല്ലതായിരിക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ടോണർ എന്തായാലും നിങ്ങൾ കരുതുക. നിങ്ങളുടെ ഫേസിലോട്ട് മാച്ച് ആവുന്ന ഒരു ടോണർ നിങ്ങൾ എന്തായാലും മേടിക്കുക. ഫേസ് ടോണർ ആണിത്. ബിഗിനർക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, സോഫ്റ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ടോണർ എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന്റെ ആദ്യം ഫസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ടോണർ യൂസ് ചെയ്യാൻ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ടോണർ ഇട്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ദ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഈ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകരുത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ സ്കിൻ കെയറിലും മേക്കപ്പിലും ദ പ്രോമിനന്റ് റോളുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ സൺസ്ക്രീം എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ സൺസ്ക്രീം ആണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും സ്കിന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഒട്ടും സ്കിന്ന് ശ്രദ്ധിക്കാത്ത ആരും തന്നെ ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് നന്നായി സ്കിന്നിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ആദ്യം ടോണർന്നോ സൺസ്ക്രീമെന്നോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവും. നല്ലൊരു ഗ്ലൈസിങ് ആണ് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള, അങ്ങനെ ഒരുപാട് വേറെ സൺസ്ക്രീമുകളൊക്കെ യൂസ് ചെയ്തിരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു സൺസ്ക്രീമൊന്നും കിട്ടിയിട്ടില്ല ആക്ച്വലി. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടാത്ത നെക്സ്റ്റ് ഒരു ഐറ്റം എന്തായാലും കൈ പിടിക്കണം. മോയ്സ്ചറൈസറും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു സാധനം. നിങ്ങൾക്ക് ഞാൻ ഈ തോണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ഒരു ചുക്കും ചുണ്ണാമ്പൂല്ലാന്ന്. കാരണം ഞാനിത് തോണ്ടി അത്രയും ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ മുകളിലൊക്കെ കുറച്ച് ക്രീം ഉണ്ട് കേട്ടോ. അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചേക്കണ. കാര്യം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പാലറ്റ് എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു ഐഷയുടെ പാലറ്റ് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. നമ്മുടെ ഐസിന് വെച്ചാൽ എനിക്ക് ഈ ഉറക്കം തൂങ്ങിയ കണ്ണുകൾ എനിക്ക് എപ്പോഴും ഉണ്ട്. ഫോണും ലാപ്പും അതേപോലെ തന്നെ
ഉറക്കക്കുറവൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും കണ്ണിന് ഡാർക്ക് സർക്കിളും പിന്നെ ഒരു ഇങ്ങനെ ഉറങ്ങിയ പോലെയൊക്കെ എപ്പോഴും ഇരിക്കും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ഐ ഷാഡോ പാലറ്റ്, ഒരു ഐലൈനറോ ഒക്കെ വെക്കുക. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നല്ല, എൻ്റെ അടുത്ത് മിറർ ഉണ്ട് ആക്ച്വലി, ഞാൻ മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഒരു ഐ ഷാഡോ വെക്കുക കേട്ടാ. ഐ ഷാഡോ ഇപ്പൊ ഈ പാലറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് മാസിന്റെ ആണ്. മാസിന്റെ വളരെ റേറ്റ് കുറവായിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങൾക്കൊന്നും വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കേ വലിയൊരു വിലകളൊന്നുമില്ല. ഞാന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പൊ ഈ ബിഗിനേഴ്സ് പൗച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഐബ്രോ പെൻസിലാണ്. ഐബ്രോ വളരെ നീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ ഐബ്രോ കൂടുതലായിട്ട് വരയ്ക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല ഐബ്രോ വരയ്ക്കുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസില് ഐബ്രോയിലോട്ടും അതേപോലെ കണ്ണിലോട്ടുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലുക്ക് പോവുക. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഐബ്രോസ് ഇപ്പൊ ഈയിടെ ആയിട്ട് കുറച്ച് ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. എനിക്ക് ഇവിടെ കണ്ടു, ഇവിടെ കുറച്ച് വൈറ്റ് ഐബ്രോസ്, ഇവിടെ കുറച്ച് ഐബ്രോ ഇല്ല എനിക്ക്. അതൊന്ന് വരച്ചു കൊടുക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. സത്യം പറയാലോ, എനിക്ക് ഇവിടെ ഐബ്രോ വരച്ചു കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സാധനം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന നെക്സ്റ്റ് ഒരു ഐറ്റം ആണ് ഈ സംഭവം. എന്നുവെച്ചാൽ നിങ്ങൾ ആസ് ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് കല്യാണങ്ങൾക്ക്, പാർട്ടിക്ക്, ഫംഗ്ഷന് അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് പ്രൊഡക്റ്റ് കേട്ടോ. ഇതും എൻ്റെ ഇത്രയായിട്ടുണ്ട്. സ്ട്രോബ് ക്രീമും ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും. എൻവൈബയുടെ ഈ ഒരു മാറ്റ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോബ് ക്രീമും, ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ട് ഞാൻ കല്യാണങ്ങൾക്ക്, പാർട്ടിക്ക്, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ചെറു എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇത് ഒട്ടും ഇങ്ങനെ ഇട്ടൂന്ന് അങ്ങോട്ട് തോന്നില്ല, മനസ്സിലായോ? ഇട്ടും തോന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടോ, വളരെ നാച്ചുറൽ ആണ്. നമുക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫൗണ്ടേഷന് പോലെ ഒന്നല്ല, നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഫീലേ കിട്ടില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മാറ്റും ചെയ്യും. നോക്കി, ഇപ്പൊ എന്റെ ഇവിടുത്തെ സ്കിന്നും ഈ ഭാഗത്തുള്ള സ്കിന്നും നോക്കിയൊക്കെ നല്ല മാറ്റല്ലേ. എനിക്ക് കുറച്ചിങ്ങനെ അണ്ടർ ഐനൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഉറക്കമൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ കണ്ണിനടിയിൽ നന്നായിട്ട് ബ്ലാക്ക് കളർ വരും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ട ഒരു സാധനം ഒരു ഐലൈനർ. ഇതും ആസ് യൂഷ്വൽ മാസിന്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതും അപ്പോ ഒരു ഐലൈനർ ഇട്ടിട്ട് നമുക്ക് ഒരു വിങ് ഐലൈനർ വരയ്ക്കും. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടിയ സാധനം എന്താന്ന് വെച്ചാൽ മസ്കാരയാണ് കേട്ടോ. മസ്കാര യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മുകളിലോട്ട് തന്നെ ആക്കുക കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി മുകളിലോട്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ പീലിനെ ഉയർത്തി വെക്കുക. എനിക്ക് കണ്ണിന്റെ പീലി വളരെ കുറവാണ്. വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ ഈ ഒരു സംഭവമാണ് ചെയ്തു കൊടുക്കാറ്. നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഈ ഒരു ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇൻസൈറ്റിന്റെ നല്ലൊരു കളറിൽ വരുന്ന ബ്ലഷ് ആണ്. നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈസി ടു ബ്ലെൻഡ് ആണ്. ഇതിൽ എന്തായാലും ബ്ലഷ് വേണം. ഫേസ് ഇങ്ങനെ ചുവന്നിരിക്കണമൊക്കെ എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതിങ്ങനെ കുറച്ച് ലൈറ്റിലും കൂടി ആകുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നും കൂടി ഇങ്ങനെ റെഡിഷ് കളറായിട്ടിരിക്കും. ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ലിപ്സ്റ്റിക്കിനെ കാണിക്കാത്ത. ഞാനൊരു ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്റെ സ്റ്റുഡിയോ പർച്ചേസ് ലിപ്സ്റ്റിക് ആണിത്. എനിക്കിപ്പോ ഞാൻ വീഡിയോസുകൾ അതേപോലെ കുറച്ചൊരു ബ്രൈറ്റൻ എഫക്ട്, അതേപോലെ പുറത്ത് കല്യാണം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ വളരെ ന്യൂഡ് ഷെയ്ഡ് ആണ് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറ്. ഓഫീസിൽ പോകുമ്പോൾ ഒരിക്കലും ഈ ഡാർക്ക് കളേഴ്സ് വേറെ ന്യൂഡ് ഷെയ്ഡ് ഇടാറ്. പക്ഷെ എന്തെങ്കിലും ഫംഗ്ഷന് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡാണ് ഇടാറ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടതേ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ലിപ് ലൈനർ ആണ്. ഈ ലിപ് ലൈനർ വെച്ച് നിങ്ങൾ ലിപ്സ് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഹൈലൈറ്റ് നിൽക്കൂട്ടോ നമ്മുടെ ലിപ്സ്. ഞാൻ ആദ്യമൊക്കെ ലിപ് ലൈനർ ഇല്ലാണ്ടാണ് ലിപ്സ്റ്റിക്കുകൾ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ മനസ്സിലാക്കി ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണെന്ന്. അതുകൊണ്ട് ഒന്ന് ലൈനർ ഇട്ട് വരച്ചു കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ ചുണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ചുണ്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും.
എന്നുവെച്ചാ ഒരു കാണുമ്പോ തന്നെ ലിപ്പിലേറ്റൊരു ഇത് വരും. ഒരു ലിപ് ബാമും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ നിങ്ങളുടെ ലിപ്പിനൊക്കെ ഭയങ്കര നറിഷായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു ലിപ് ബാം ഉപയോഗിക്കാം. ഇത് വാട്ടർമെലന്റെ ലിപ് ബാം ആണ്. നല്ല ലിപ് ബാം ആണ്, വെരി യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ ലിപ്പിനെ ഒട്ടും ഡ്രൈ ആക്കാണ്ട് പിഗ്മെന്റഡ് ആക്കാണ്ട് അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ടും എലഗന്റ് ആയിട്ടും റെഡി ആവാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പൗച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കിറ്റോ മേക്കപ്പ് കിറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കുക, നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് പുറപ്പെടാം കേട്ടോ. അപ്പോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.